വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനൊരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇടിച്ചക്ക തോരൻ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇന്ന് നമ്മളെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചക്ക ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വൃത്തിയാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഇടിച്ചക്ക കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ഒരു പകുതിയായിട്ട് കട്ട് ചെയ്തു. പകുതിയായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വിളഞ്ഞീരുണ്ടാവും. വിളഞ്ഞീര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറ വൈറ്റ് കളറിൽ നമുക്കിതൊരു ചകിരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വട്ടത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങ് പോകുന്നോളും. പിന്നെ ഇത് മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയിൽ കുറച്ച് ഓയിൽ തടയി കൊടുക്കുക. അതുപോലെ കയ്യിലും ഓയിൽ തടയി കൊടുക്കുക. എന്നാലും കുറച്ചൊക്കെ കത്തിയിലാവും. അപ്പോൾ കത്തി വൃത്തിയാക്കുന്ന സമയത്ത് ഇതൊന്ന് ഫ്ലെയിമിൽ കാണിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ചകിരി കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ മുള്ളാണ് നോക്കേണ്ടത്. വേണ്ടി ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. ഞാൻ ആ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു ഭാഗം നമ്മൾ മുള്ള് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്രൗൺ കളറാവും. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. ഇപ്പം ഞാൻ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഞാനൊരു കുക്കറിലോട്ട് മാറ്റി. ഇനി ഇത് കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ എരിവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വേവിച്ചെടുക്കുമ്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് ഞാൻ ചൂട് തണിയാൻ വേണ്ടി വെക്കുവാണ്. ചൂട് തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 2 വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ചെറിയ ഉരൽ പോലത്തെ നമ്മൾ ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതിൽ വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അധികം ഒന്ന് ക്രഷ് ചെയ്യരുത്. ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് അരഞ്ഞു പോകുന്ന പോലെ ആവും. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ മിക്സിയിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് തണിഞ്ഞ് വരട്ടെ. ഇനി ഞാനിത് ചതച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലോട്ട് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ വേവിച്ചെടുത്ത ഇടിച്ചക്ക ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പൾസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയുക പേസ്റ്റ് പോലെ ആയിപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തത്. ഇതിലോട്ട് ഞാനൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ചില ചൂടായിട്ട് വരുമ്പം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ. ഞാനിവിടെ കുറച്ച് പുഴുക്കലരിയും അതുപോലെ തന്നെ ഉഴുന്നും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ പുഴുക്കലരി അതുപോലെ തന്നെ ഉഴുന്നുമാണ് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും കൂടി വറക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി അതുപോലെ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം.
വറ്റൽമുളക്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അതായത് ഉപ്പ് നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ വേവിക്കുമ്പോഴാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പൊടി ഉപ്പ് ചേർക്കുകയാണ്. വീണ്ടും ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെച്ചതിന് ശേഷം ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ ചെറു തീയിൽ കിടന്നിട്ട് വെന്ത് വരണം. ഒന്ന് മിക്സ് ആവാനാണ്. തേങ്ങയും ഈ ഇടിച്ചക്കയെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ അടയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് വേറൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.